ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 97,297 ഭക്തരാണ്. കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് സന്നിധാനത്തെ തിരക്ക് നിലവിൽ ക്രമീകരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ചേർന്നിട്ടുണ്ട്. മിഥുൻ, ഇപ്പോൾ സന്നിധാനത്ത് തിരക്ക് അധികമാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമല്, കഴിഞ്ഞ 2 ദിവസമായി വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ മണ്ഡലകാലത്ത് അനുഭവപ്പെട്ടു തുടങ്ങിയ തിരക്കിന് മാറ്റമില്ലാത്ത സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഈ മണിക്കൂറുകളിലും ഉള്ളത്. തിങ്കളാഴ്ച 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഇന്നലെയും 1 ലക്ഷത്തിനടുത്ത് ഭക്തജനങ്ങൾ, 97,000-ഓളം ഭക്തജനങ്ങൾ ദർശനം നടത്തി. ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് ഇപ്പോഴും ഈ മണിക്കൂറുകളിലും തുടർന്നു പോരുന്നത്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച, അത് പുലർച്ചെ മുതൽ ഈ ഒരു സാഹചര്യത്തിന് മാറ്റമില്ലാത്ത അവസ്ഥയാണ്. ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന കാഴ്ച തന്നെയാണ് സന്നിധാനത്ത് നിന്നും ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. മരക്കൂട്ടം മുതൽ ക്യൂ ഏർപ്പെടുത്തിക്കൊണ്ടാണ് തിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. മരക്കൂട്ടത്തിൽ നിന്നും ബാച്ചായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ക്യൂ ഉണ്ട്. വിവിധ ബാച്ചുകളായി തിരിച്ചിരിക്കുന്നു. ഘട്ടം ഘട്ടമായി മുന്നോട്ട് നീക്കുന്നു. ഈ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. നടപ്പന്തലിൽ നിന്നും ഫ്ലൈ ഓവറിലേക്ക് എത്തുമ്പോഴും പിന്നീടും ഭക്തജനങ്ങൾക്ക് അല്പസമയം കാത്തു നിൽക്കണം. പിന്നീട് വളരെ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി നിലയ്ക്കലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലയ്ക്കൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ട്. തിരക്ക് കൂടുതലിരിക്കുന്ന ഈ 2 ദിവസങ്ങളിൽ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് നിലയ്ക്കലിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം, പ്രത്യേകിച്ച് ഇവർ സ്പോട്ട് ബുക്കിംഗ് പരിധിക്ക് അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് പിന്നീട് ക്രമീകരിക്കുന്ന സമയം അത്രയും ഭക്തജനങ്ങൾക്ക് നിലയ്ക്കലാണ് കാത്തു നിൽക്കേണ്ട സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും ഈ 2 ദിവസമായി വലിയ വർധനവുണ്ട്. കാനനപാതകളിൽ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് സത്രം പുല്ലുമേട് വഴി ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഈ വഴി കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റു പരിശോധനകളെല്ലാം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് വനംവകുപ്പും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യമാണ്. ഫ്ലൈ ഓവർ തുടങ്ങുന്ന 18-ാം പടി കയറി എത്തുന്ന ആ ഭാഗം മുതൽ സോപാനത്തിനടുത്ത് വരെയും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. വളരെ സാവധാനം മാത്രമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. പുലർച്ചെ മുതൽ ഈ കാഴ്ച തന്നെയായിരുന്നു സന്നിധാനത്ത് ഫ്ലൈ ഓവറിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ഇതേ സമാനമായ കാഴ്ച തന്നെ നടപ്പന്തലിലുമുണ്ട്. സാവധാനമാണ് നടപ്പന്തലിൽ നിന്നും 18-ാം പടി കയറി ഭക്തജനങ്ങൾക്ക് അയ്യപ്പ സന്നിധിയിലേക്ക് ദർശനം സാധ്യമാകുന്ന മണിക്കൂറുകൾ മാത്രമാണിത്. ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2-3 ദിവസങ്ങളിൽ മലയാളികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മലയാളികൾ കൂടുതലായി എത്തും. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും മാറ്റമൊന്നുമില്ല. ഈ ദിവസങ്ങളിലെല്ലാം കൂടുതലായി അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാർ കൂടുതലായി എത്തുന്നുണ്ട്. കുഞ്ഞ് മാളികപ്പുറങ്ങൾ കൂടുതലായി എത്തുന്ന ദിവസങ്ങളാണ്. ഇനി അവധിയുടെ ദിവസങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമൊക്കെയായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നു. മലയാളികളും അയൽ സംസ്ഥാന ഭക്തജനങ്ങളും കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണത്തിനപ്പുറത്തേക്കായി പോകാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി പലയിടത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മണ്ഡലകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടതുപോലെ അനിയന്ത്രിതമായ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടി നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് നിലയ്ക്കൽ മുതൽ ആരംഭിക്കുകയാണ്. നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ കൂടുതൽ സമയം തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഒരുക്കിക്കൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുകയാണ്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പുവാക്കിയതിനു ശേഷം മാത്രമാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും പിന്നീട് പമ്പയിൽ നിന്ന് മല കയറുന്ന ഭക്തജനങ്ങളെ വിവിധ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി മുന്നോട്ട് നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് എന്ന് പറയുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ പലയിടങ്ങളിലും തമ്പടിക്കുന്നുണ്ട്. ഇങ്ങനെ തമ്പടിക്കുന്ന ഭക്തജനങ്ങൾ എത്രയും വേഗം തന്നെ തിരിച്ചു മലയിറങ്ങണമെന്നുള്ള അനൗൺസ്മെന്റും ഭക്തജനങ്ങൾക്ക് ഈ മണിക്കൂറുകളിൽ നൽകുന്നുണ്ട്. വലിയ തിരക്കിന്റെ സാഹചര്യം തന്നെ, ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന സാഹചര്യം തന്നെ. ഈ 1 മാസമാകുന്നു ഈ മണ്ഡലകാലം ആരംഭിച്ചിട്ട് ധനുവിലേക്ക് കടക്കുകയാണ്. ഈ 1 മാസം തുടർച്ചയായി അനുഭവപ്പെടുന്ന തിരക്ക്, ആ തിരക്കിന് മാറ്റമൊന്നുമില്ല. ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന ശരണമന്ത്ര മുഖരിതമായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ആ കാഴ്ച തന്നെയാണ് സന്നിധാനത്ത് നിന്ന് ഈ മണിക്കൂറുകളിലും കാണാൻ കഴിയുന്നത്. അമൽ, ഇതിനോടൊപ്പം തന്നെ മണ്ഡലവിളക്ക് അടുത്ത് വരികയാണ്. ആ ഒരു സമയത്തേക്കുള്ള എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടോ? നമ്മൾക്കറിയാം, നേരത്തെ മണ്ഡലകാലം തുടങ്ങിയ സമയത്ത് ഏറെ പ്രശ്നങ്ങൾ ഭക്തർ നേരിട്ടിരുന്നു. നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു. അത്തരത്തിൽ മണ്ഡലവിളക്ക് അടുക്കുമ്പോഴത്തേനും ഉള്ളൊരു എല്ലാവിധ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടോ?
അമൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നത് നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ, NDRF, RIF സംഘം പലയിടത്തും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് തിരക്ക് നിയന്ത്രണ വിധേയമല്ലാത്തതിനും മുകളിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി RIF, NDRF സംഘം സന്നിധാനത്ത് പലയിടങ്ങളിൽ ക്രമീകരണം നടത്തിയിരിക്കുന്നു. ഒപ്പം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഈ സന്നിധാനത്തെ തിരക്ക് അനിയന്ത്രിതമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് നിലയ്ക്കൽ മുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ്. നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിൽ ഉണ്ട്. അവിടെ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും പിന്നീട് പമ്പയിൽ നിന്നും മല കയറുന്നതിനുമുള്ള അവസരം ഒരുക്കുന്നത്. വലിയ തിരക്കാണ്. മണ്ഡലകാലം അടുക്കാൻ പോവുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. കുഞ്ഞുങ്ങളടക്കം ഇനിയുള്ള അവധി ദിവസങ്ങളിൽ ധാരാളമായി എത്തും. ഈ സാഹചര്യത്തിൽ തിരക്ക് ക്രമീകരിക്കുന്നതിനുള്ള നിലവിൽ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ക്രമീകരണങ്ങൾ കൂടുതൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ രീതിയിലാണ് സന്നിധാനത്തെ തിരക്ക് ക്രമീകരിക്കുന്നതിനുള്ള നടപടികളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാച്ച് സഹിതം മരക്കൂട്ടം മുതൽ ഭക്തജനങ്ങളെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തിരക്ക് കൂടിയ ദിവസങ്ങളിൽ തടയുന്നുണ്ട്. ബാരിക്കേഡിനുള്ളിൽ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. മരക്കൂട്ടത്തിൽ നിന്നും വളരെ സാവധാനം ക്യൂ മുന്നോട്ട് നീങ്ങി നടപ്പന്തൽ വരെ എത്തുന്നു. പിന്നീട് നടപ്പന്തലിൽ നിന്നും ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ കയറ്റിവിടുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ദർശനം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും വരും ദിവസങ്ങളിൽ മണ്ഡലപൂജ അടക്കമുള്ള ദിവസങ്ങളിലേക്കാണ് കടക്കുന്നത്. ആ ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിലെ സ്ഥിതിഗതികൾ സന്നിധാനത്ത് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യാനുള്ളത്. ഒപ്പം വിവിധ ഇടങ്ങളിൽ അത് മരാമത്ത് ഓഫീസിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം, അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, ഈ ഭാഗങ്ങളിലൊക്കെ വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്കുണ്ട്. ദർശനം കഴിഞ്ഞ് മലയിറങ്ങാൻ തയ്യാറായിരിക്കുന്ന സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇതും സന്നിധാനത്തെ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. ഇങ്ങനെയുള്ള ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങളെ എത്രയും വേഗം തിരികെ മലയിറക്കുന്നതിനുള്ള ശ്രമങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. സന്നിധാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, എത്രയും വേഗം തിരികെ മല ഇറങ്ങണം എന്നുള്ള കാര്യം. ഈ രീതിയിലൊക്കെയാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ 18-ാം പടി മിനിറ്റിൽ കയറ്റിവിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 60-നും 70-നും ഇടയിൽ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റിവിട്ടുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയം താഴെ നടപ്പന്തൽ മുഖത്തിലുള്ള ഭാഗങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഈ രീതിയിലൊക്കെയാണ് നിലവിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിലയ്ക്കൽ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. 18-ാം പടി കയറ്റിവിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങളെ വളരെ വേഗത്തിൽ തന്നെ തിരികെ പമ്പയിലേക്ക് മലയിറക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഈ രീതിയിലൊക്കെ സന്നിധാനത്തെ തിരക്ക് ക്രമീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ഈ തിരക്ക് കടന്നു പോകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, അങ്ങനെ തിരക്ക് അനിയന്ത്രിതമായി പോകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഭക്തജനങ്ങൾക്ക് കൂടുതലായി കാത്തിരിക്കേണ്ടത് നിലയ്ക്കലാണ്. അവിടെ ഈ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ഭക്തജനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതികളും ഉയർന്നിരുന്നു. കൂടുതൽ സമയം നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ കുടിവെള്ളം, മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം, ഈ കാര്യങ്ങളിലൊക്കെ മണ്ഡലകാലം തുടങ്ങി 1 മാസം പിന്നിട്ടിട്ടും കാര്യമായ പുരോഗതി നിലയ്ക്കലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഭക്തജനങ്ങളിൽ നിന്നും പരാതിയായി ഉയർന്നു വരുന്നത്. നേരത്തെ പരാതികൾ കാര്യമായി ഉയർന്നതുകൊണ്ട് തന്നെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളും കുടിവെള്ളവും മറ്റു കാര്യങ്ങളുമൊക്കെ കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിലയ്ക്കലിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ കാര്യത്തിൽ ചില വീഴ്ചകൾ നിലയ്ക്കലിൽ ഉണ്ട് എന്നുള്ളതാണ് ഭക്തജനങ്ങളിൽ നിന്നും കഴിഞ്ഞ മണിക്കൂറുകളിൽ പരാതിയായി ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. ശരി മിഥുൻ, സന്നിധാനത്തുനിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.